ദേശീയപാത 85 നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അധികമായി 160 കോടി രൂപ ആവശ്യപ്പെട്ടുള്ള ശുപാർശയ്ക്ക് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകാരം നൽകിയതായി ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അറിയിച്ചു. അടിമാലിയിൽ 4 വരി പാതയായി വികസിപ്പിക്കുന്നതിനുള്ള സുപ്രധാന നിർദ്ദേശവും അധിക ശുപാർശയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 മീറ്റർ വീതിയിൽ ഏറ്റവും കുറഞ്ഞത് 2 ലൈൻ വിത്ത് പേവേഡ് ഷോൾഡർ എന്ന നിലയിലാണ് ഇപ്പോഴത്തെ വികസന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. എന്നാൽ എല്ലാ സ്ഥലത്തും 10 മീറ്റർ വീതി എന്നത് ഉറപ്പായിട്ടില്ല. പല മേഖലകളിലും പുറമ്പോക്കുൾപ്പെടെ കയ്യേറിയ നിലയിലായിരുന്നതിനാൽ വീതി ഉറപ്പാക്കാൻ സാധിച്ചിരുന്നില്ല. അധിക ശുപാർശയ്ക്ക് അംഗീകാരം ലഭിച്ചതോടെ നിർമ്മാണം നടന്നുവരുന്ന 78 കിലോമീറ്റർ ഭാഗത്ത് ഏറ്റവും കുറഞ്ഞത് 10 മീറ്റർ വീതി ഉറപ്പാക്കാൻ കൂടുതലായി കഴിയും. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന്റെ ഇടത്താവളമായി അറിയപ്പെടുന്ന അടിമാലി ടൗൺ 4 വരി പാതയായി വികസിക്കും. ഇതോടൊപ്പം മൂന്നാർ ഉൾപ്പെടെ 7 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വ്യൂ പോയിന്റുകളുമായി ബന്ധപ്പെട്ട് ഇന്റർലോക്ക് പാകും. വിവിധ ഇടങ്ങളിൽ 1 കിലോമീറ്റർ ദൂരത്തോളം വലിയ വളവുകളിൽ വീതി കൂട്ടുന്നതിനും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ 36 കേന്ദ്രങ്ങളിൽ ബസ് ഷെൽട്ടറുകൾ നിർമ്മിക്കും. വാട്ടർ അതോറിറ്റിയുടെ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനായി അടിമാലി സെക്ഷനിൽ 44.32 കിലോമീറ്റർ ഭാഗത്തും മൂവാറ്റുപുഴ മുനിസിപ്പൽ ഭാഗത്ത് 5.3 കിലോമീറ്റർ ദൂരത്തിലും കോതമംഗലം മുനിസിപ്പാലിറ്റി ഭാഗത്ത് 13 കിലോമീറ്റർ ദൂരത്തിലും തുക അനുവദിച്ചിട്ടുണ്ട്. 2.5 കിലോമീറ്റർ ദൂരത്തിൽ വിവിധ ഇടങ്ങളിൽ നടപ്പാതയ്ക്കും അംഗീകാരം ലഭിച്ചു. പുതിയതായി ശുപാർശ നൽകിയ ഓടകളുടെ നിർമ്മാണം ഉൾപ്പെടെ 160 കോടി അനുവദിക്കപ്പെടുമ്പോൾ 6 കിലോമീറ്റർ ദൂരത്തിൽ 10 മീറ്റർ വീതിയില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമായി വരുന്ന ഇവിടങ്ങളിൽ ഇതിനായി പ്രത്യേക ശുപാർശ നൽകിയിട്ടുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി.